ഇതാ അവർ പ്രതിജ്ഞ ആദ്യം അജേഷ് മോനും രണ്ടാമത് ഷാജിന് മോളും അവരുടേതായ ഭാഷയിൽ അവർ പറയും. നമുക്ക് ശ്രദ്ധ വെച്ച് കേൾക്കാം. முதலாவது மணமகன் அஜேஷ், மணமகன் ஷாலினா அவர்களுடைய மொழியிலே அந்த உறுதி மொழிகளை அவர்கள் எல்லாரும் கேட்க வாசிப்பார்கள், சொல்லுவார்கள். I, Ajesh PJ, according to God's holy word, take you, Shalina, to be my beloved wife through His holy covenant. In every situation and season of life which God allows, I will love you faithfully, honor you, protect you, nourish you, and care for you as Christ loves His church. With the help of the Holy Spirit, I will lead our home in faith, prayer, and righteousness, and will walk with you in unity and love all the days of our life. In this covenant, God and His church are my witnesses. ഒന്ന് കൈകൾ ഉച്ചത്തിൽ കൊട്ടി ദൈവത്തെ മടക്കുക. ഉച്ചത്തിൽ പ്രാർത്ഥന മനസ്സോടെ ശാലിന പറയുന്നതും പ്രതിജ്ഞ ചെയ്യുന്നതും കേൾക്കാം. I, Shalina, accept you, Ajesh PJ, as my beloved husband, by this covenant, according to God's holy word, as long as we live, and in every situation and season of life that God allows, I will faithfully love you, honor you, care for you, and submit to you as the church submits to Christ, in times of accomplishment and in times of life. I will fulfill the responsibilities of a good and godly wife, and I will do my best to build our family according to the word of God and His divine order. God and His church are witnesses to this covenant. കൈകൾ ഉച്ചത്തിൽ കൊട്ടി ഇപ്പോൾ ഈ മക്കളുടെ തലയിൽ സഭ അനുഗ്രഹ പ്രാർത്ഥന ചെയ്യാൻ പോവുകയാണ്. இப்பொழுது இந்த தம்பதிகளுடைய தலையில் அவருடைய சிரசின் மேல சபை சேர்ந்து ஆசீர்வாதத்தின் ஜெபத்தை, ஆசீர்வாதங்களை நாம் கூற போகிறோம். ഇവർ ഏതാനും അടി മുന്നോട്ട് നിൽക്കുമ്പോൾ ഞാനും സ്റ്റേജിൽ ഇപ്പോൾ ആയിരിക്കുന്ന ബഹുമാന്യരായ പാസ്റ്റർമാരും ഒപ്പം അജേഷ് മോന്റെയും ശാലിന മോന്റെയും പിതാക്കന്മാർ പാസ്റ്റർമാരാണ്. അവരും പിന്നെ ബൈബിൾ കോളേജിലെ പ്രിൻസിപ്പൽ, ഇവരൊക്കെയും ഇവർക്ക് ഈ അനുഗ്രഹം ദൈവത്തിൽ നിന്ന് വാങ്ങിച്ച് കൊടുക്കാൻ പോവുകയാണ്. நான் அவர்களுக்கு ஊழியம் செய்யும் பொழுது இங்கே மேடையில் இருக்கிற தேவதாசர்கள் மட்டுமல்ல, மணமகனுடைய தகப்பன்மார் அவர்களும் ஊழியம் செய்கிற ஊழியர்கள் அவர்களோடு சேர்ந்து நாம் ഒരുമിച്ച് ഇവர்களுக்காக நாம் ആശീർവദിച്ച് ജപിக்க പോകുന്നു. ഇവർക്ക് ദൈവം കൊടുത്ത ഈ മനോഹരമായ ജീവിതം 100-120 വയസ്സ് വരെ ആരോഗ്യവാന്മാരായി ദൈവം കൊടുക്കാൻ പോകുന്ന കുഞ്ഞുങ്ങളെ ദൈവനാമത്തിൽ വളർത്തി ഉയർത്തി അങ്ങനെ ഈ ഇന്ത്യയിൽ മാത്രമല്ല ലോകത്തിലെ എല്ലായിടത്തും പോയി 60കളോളം പോയി സുവിശേഷം പ്രസംഗിക്കുവാനും ഒക്കെയുള്ള പ്രത്യേക കൃപയ്ക്കായിട്ട് ഞങ്ങളൊക്കെ പ്രാർത്ഥിക്കുമ്പോൾ നിങ്ങളും കൈ നീട്ടി അനുഗ്രഹ പ്രാർത്ഥന ചെയ്യണമെന്ന് അപേക്ഷിക്കുന്നു.
ആകാശം ഭൂമി നിർമ്മിച്ച ദേവദേവ, ആകാശം ഭൂമി നിർമ്മിച്ച ദേവദേവ, സിയോൻ നിന്നിലെ വാഴ്ത്തട്ടെ. പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെ നാമത്തിൽ ഈ പുതിയ കുടുംബത്തെ ഞങ്ങൾ അനുഗ്രഹിക്കുന്നു. ദൈവം യോജിപ്പിച്ചത് കർത്താവിന്റെ വരവുന്നാൾ വരെ ഈ പ്രപഞ്ചം മുഴുവനും നിറഞ്ഞു വ്യാപരിക്കുവാൻ, അനേകർക്ക് സാക്ഷിയായി തീരുവാൻ, മുപ്പരിച്ചവരുടെ അറ്റുപോകത്തില്ല. ഹല്ലേലൂയ. ദൈവവചനത്താൽ ഇവർ ഇന്ന് യോജിപ്പിക്കപ്പെട്ടത് കർത്താവിനോട് കൂടെ ആമേൻ നാടുകളിൽ ദൈവരാജ്യം പണിയട്ടെ. ഈ രണ്ട് വ്യക്തികളിൽ രണ്ടല്ല, ക്രിസ്തുവിൽ ഒന്നായി സ്വർഗം ഇവരെ മഹത്വപ്പെടുത്തണമേ. യേശുവിന്റെ മഹത്വമുള്ള നാമത്തിന് സാക്ഷികളായി ഉപയോഗിക്കണം. 100 പേര് ഫലം കഴിക്കത്തക്കവണ്ണം ആത്മീയത്വ നട്ടിരിക്കുന്നത്, തക്കകാലത്ത് ഫലം കഴിക്കുന്നത് ഇലവാടാത്ത വൃക്ഷം പോലെ ക്രിസ്തുവിൽ വളരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. കൃപയുണ്ടാകട്ടെ നല്ല പിതാവേ. ആമേൻ. കർത്താവേ, ഇന്നു മുതൽ ജീവിതത്തിന്റെ അവസാനം വരെ കർത്താവിന്റെ കൃപയിൽ സ്നേഹത്തിൽ ഐക്യത്തിൽ കർത്താവെ ഒന്നായിച്ചു നിന്നുകൊണ്ട് കർത്താവെ അനുഗ്രഹമായി തീരണം. ജീവിതം അനുഗ്രഹമായി തീരണം. യേശുവിന്റെ കരങ്ങളിൽ തിരി കർത്താവെ പ്രയോജനപ്പെടുന്ന അനേകരെ നേടുവാൻ എല്ലാം കർത്താവെ ഇവരെ അവിടുത്തെ കൃപയൊടുക്കണമേ. സ്നേഹത്തിൽ ഇവരെ ബന്ധിപ്പിച്ചു പ്രാർത്ഥിക്കുന്ന കർത്താവെ അവിടുന്ന് അനുഗ്രഹിക്കുന്നതിന് നന്ദി. പ്രാർത്ഥന സ്തോത്രം. യേശു കർത്താവിനുള്ള നാമത്തിൽ ഏറ്റെടുക്കുന്ന ഉടമ്പടി അനുസരിച്ച് അവരുടെ ജീവിതം പൂർത്തിയാക്കാനുള്ള കൃപ കർത്താവിന്റെ നാമത്തിലുള്ള ജീവിതത്തിൽ വരട്ടെ. പരസ്പരം സ്നേഹിച്ചും വിശ്വസിച്ചും അനുസരിച്ച് ദൈവസഭ പണിയുവാൻ കർത്താവിനോട് ചേർന്ന് പരിശുദ്ധാത്മാവിന്റെ നിറവ് ഈ കുഞ്ഞുങ്ങൾ ഏറ്റെടുക്കട്ടെ. പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെ നാമത്തിൽ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. നന്ദിയോടെ അങ്ങയുടെ മുമ്പിൽ നിൽക്കുകയാണ് കർത്താവേ. അവിടുന്ന് ചെയ്ത ഈ വൻ കാര്യത്തെ ഓർത്ത് സ്തോത്രം ചെയ്യുക. ഏറ്റവും അനുഗ്രഹ സമ്പന്നമായ ശുശ്രൂഷ ഹൃദയത്തെ മഹത്വപ്പെടുത്തുകയാണ്. അജേഷിന്റെ ശാലിനിക്ക് അജേഷിനെയും കർത്താവാണ് നിയോഗിച്ചത്. അനുഗ്രഹിക്കണം യേശുവിൻ നാമത്തിൽ. ആമേൻ. பிதா குமாரன் பரிசுத்தாவின் நாமத்தினாலே நாங்கள் இவர்களை ஆசீர்வதிக்கிறோம். சரீரமாகிய சங்கம் எப்படி ஒருமித்து இருக்கிறது அப்படியாக ஆண்டவரே சபைக்கு ஆண்டவரே இந்த ஆண்டவரே தகப்பனை இணைப்பை நீர் ஆண்டவரை இணைத்து ஆண்டவரை சொல்லி சபையையும் ஆண்டவரே இந்த சங்கத்தையும் நீர் சேர்த்திருப்பதற்காக இணைத்து நீர் பேசியிருப்பதற்காக அநேகருக்கு ஆண்டவரே ஆசீர்வாதமாக இவர்கள் மாற நாங்கள் வாழ்த்துகிறோம், ஆசீர்வதிக்கிறோம். இயேசுவின் நாமத்தில் பிதாவே, ஆமென். பிதாவாகிய தேவன், திருத்துவ தேவன், அதை போல சபை இவர்களை ஆசீர்வதித்து இருக்கிறது. இப்பொழுது அவர்கள் தம்பதிகள் என்பதை எடுத்து காட்ட அதனுடைய வெளிப்படையின் அடையாளமாக அந்த மோதிரத்தை அவர்கள் இப்பொழுது கைமாறுவார்கள். வேத புத்தகத்திலே பார்க்கும் பொழுது தங்கம் என்பது கர்த்தராகிய பிதாவாகிய தேவனுடைய சுபாவத்தை காட்டுகிறது. அதோடு அவர் அதை செய்யும் பொழுது நாம் எல்லோரும் அவர்களுக்கு தேவன் எல்லா ஆசீர்வாதங்களை கொடுக்கவும் சந்ததிகளை கொடுக்கவும் ஜபத்தோடு நாம் காணப்படும். அஜேஷ் ും
announce the newly wedded couples, Mr. and Mrs. Ajesh. Put your hands together. Please be seated. தொடர்ந்து நாம் ஜெபித்து அதற்கு பிறகு சில முக்கியமான ஆட்கள் கடந்து வந்து இங்கே அவருடைய ஃபெலிசிட்டேஷன் அவர்கள் அறிவிப்பார்கள். அதற்கு பிறகுதாக உங்களுக்காக ஆயத்தப்படுத்தப்பட்ட இந்த விருதுக்கு நான் கடந்து போகலாம். இப்பொழுது ரெவரண்ட் சந்தோஷ் கே சாக்கோ, பிரின்சிபல் ஆஃப் நெஸ்ட் பைபிள் காலேஜ், அஜேஷ் പഠിപ്പിക്കുന്ന ആ കോളേജിലെ പ്രിൻസിപ്പൽ ഇവിടെ കടന്നു വന്നിട്ടുണ്ട്. I thank the Lord for this wonderful day and this beautiful moment God has blessed to all of us, especially Ajesh and Shalini and the family and all the dear ones. This beautiful moment, I thank the Lord for His grace and His mercy on our lives. On this very auspicious moment, I thank the Lord for this blessed wedding marriage God has instituted in the presence of His church, His beloved servants of God, and I congratulate Ajesh and Shalini on this very day of the married life. Praise the Lord. This was indeed a prayer for many days, and we were waiting, longing to see this day. And Nest, all the faculty and families, all of us are very delighted, and we thank the Lord for His immense grace upon the life of Ajesh and Shalini and the family. We want to thank the Lord. And I want to bless them and pray that God will grant them a beautiful family life. And I thank the Lord for this wonderful missionary family God has blessed us. And Ajesh's family as well as Shalini's family, they as a family serving the Lord, and we thank for that family. And I pray that God will indeed use Ajesh and Shalini for the glory of the Lord. In the Bible we read, by wisdom a home is built, a house is built, and by understanding it is established. And it is my sincere prayer that the Lord will give both to Ajesh and Shalini the heavenly wisdom, and they will have every day that heart and that desire to long and listen from the Lord as God guides them, God directs them, and make them a blessing for many people to come. And on behalf of Nest and personally as me and my family, we congratulate you and we bless you and we wish you a prosperous and blessed and fruitful family life. God bless you. ഇനി നാം വളരെ വിശേഷമായ ഒരു കാര്യമാണ് ഇവിടെ സംഭവിക്കാൻ പോകുന്നത്. നവവധു ശാലിന നമുക്ക് വേണ്ടി ഒരു പാട്ട് പാടാൻ പോവുകയാണ്. இப்பொழுது மணமகள் ஷாலினா முன்பதாக கடந்து வந்து ஒரு பாடலை, விசேஷித்த பாடலை பாடுவார்கள். நாம் அதை கேட்டு ஆண்டவருக்கு மகிமை. I just want to say that Jesus is the center of this world. Jesus is the hero of this house. If not for Jesus, nothing of this would be possible. So I just want to celebrate Him, and I want you to join me in celebrating Him because He deserves it all. Let's all put our hands together. Let's celebrate Jesus.
അനുഗ്രഹിക്കപ്പെട്ട വർഷിപ്പ് ലീഡറാണ്. ഇത് കർത്താവിന്റെ രാജ്യത്തിൽ വലിയ കാര്യങ്ങൾ ഈ കുടുംബം ചെയ്യും. ഹല്ലേലൂയ. എല്ലാവരും ചേർന്ന് കർത്താവിനെ സ്തുതിച്ചാട്ടെ. ഹല്ലേലൂയ. ആമേൻ, ആമേൻ, ആമേൻ. തുടർന്ന് പാസ്റ്റർ ജോണി പി ജോസഫ് അജീഷിന്റെ പപ്പ മുമ്പോട്ട് കടന്നു വന്ന വോട്ട് ഓഫ് താങ്ക്സ് നമ്മെ അറിയിക്കുന്നതാണ്. കർത്താവിന്റെ അച്ഛൻ തൃശ്ശൂരിൽ ചർച്ച് ഓഫ് ഇറ്റേണിറ്റിയുടെ ശുശ്രൂഷയിലായിരിക്കുന്നു. അദ്ദേഹം മുമ്പോട്ട് കടന്നു വന്ന വോട്ട് ഓഫ് താങ്ക്സ്. ദൈവനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. ഞാനിങ്ങനെ ഒരു ചൊല്ലി കേട്ടിട്ടുണ്ട്, നിന്റെ ഉയർച്ചയിൽ നീ ആരാണ് എന്ന് നിന്റെ സുഹൃത്തുക്കളെ, എന്നാൽ നിന്റെ താഴ്ചയിൽ നിന്റെ സുഹൃത്തുക്കൾ ആരാണെന്ന് നീ അറിയാം. ഞാനിന്ന് എന്നെ സ്നേഹിക്കുന്ന നിങ്ങളെല്ലാവരെയും കാണുകയാണ്. ഞാൻ നിങ്ങളെ ഒന്ന് വിളിച്ചപ്പോൾ എത്രയോ ദൂരൊക്കെയുണ്ട്. നിങ്ങൾക്ക് എല്ലാവർക്കും നന്ദി പറയുകയാണ്, വളരെയധികം നന്ദി പറയുകയാണ്. നിങ്ങൾ എത്രയോ എഫേർട്ട് എടുത്തതുകൊണ്ട് നന്ദി പറയുകയാണ്. നിങ്ങളെ ഇവിടെ കൂട്ടിവരുത്തിയ ദൈവത്തിന് നന്ദി പറയുകയാണ്. എൻ്റെ മകളുടെ വിവാഹം ആസ്വദിച്ചത് പ്രിയപ്പെട്ട റവറൻഡ് ദേവസ്യ മുലക്കർ സാറാണ്, എൻ്റെ ആത്മീയ ഗുരുനാഥൻ. അദ്ദേഹം തന്നെ എൻ്റെ മകൻ്റെയും വിവാഹം ആസ്വദിക്കുന്നതിന് വേണ്ടി ഇവിടെ വന്നത് ഒരു യാദൃച്ഛിക സംഭവമല്ല, അത് ദൈവത്തിൻ്റെ ഒരു പ്രത്യേക നിയോഗമാണ് എന്ന് മനസ്സിലാക്കി ദൈവത്തിന് നന്ദി പറയുക. ബഹുമാനപ്പെട്ട സാറിനെ ഒരു നന്ദിയിൽ ഒതുക്കുന്നതല്ല, ഒരു ആദരവിലോ ഒരു ക്ഷീക്കാനിലോ ഒതുക്കുന്നതല്ല, എൻ്റെ ഹൃദയം മുഴുവൻ കൊടുത്തുകൊണ്ട് ഞാൻ നന്ദി പറയുക. അതുപോലെ തന്നെ ഇവിടെ ഓപ്പണിംഗ് പ്രയർ നടത്തിയ എൻ്റെ മകളുടെ ഭർത്താവ് രാജ്മോഹൻ പാസ്റ്റർ, തിരുവനന്തപുരത്തെ പാസ്റ്റർ ജോർജ് കുരുപ്പാർ പാസ്റ്റർ തുടങ്ങി ഇവിടെ വെൽക്കം സ്പീച്ച് നടത്തിയ രാജ്മോഹൻ പാസ്റ്ററിന്റെ മകളുടെ ഭർത്താവ് തുടങ്ങി ചെന്നൈയിൽ നിന്നും ഹൈദരാബാദിൽ നിന്നൊക്കെയായിട്ട് ഇവിടെ എത്തിച്ചേർന്ന ശാലിനിയുടെ കുടുംബാംഗങ്ങൾ, ബന്ധുക്കൾ, മിത്രങ്ങൾ എല്ലാവരോടും നന്ദി പറയുകയാണ്. കണ്ണൂരിൽ നിന്ന് എൻ്റെ ജന്മനാട്ടിൽ നിന്ന് എൻ്റെ പിതൃതുല്യരായ ആളുകളോട് വന്നുകൊണ്ട്, എൻ്റെ സഹോദരന്മാരോട് വന്നുകൊണ്ട്, എന്നെ ഏറ്റവും അധികം സ്നേഹിക്കുന്നവരോട് അവരുടെ യാത്ര അതെല്ലാം ദൈവം അനുഗ്രഹിച്ചതിനുള്ള സ്തോത്രം, അവർക്കെല്ലാം ഞാൻ ദൈവത്തോട് നന്ദി പറയുകയാണ്. അവരെല്ലാം ഓർത്തു. മൈസൂരിൽ നിന്ന് അജേഷ് പഠിപ്പിക്കുന്ന ബൈബിൾ കോളേജിൽ നിന്ന് ഇവിടെ വന്നിരിക്കുന്ന എല്ലാ അധ്യാപകരെയും ശുശ്രൂഷകരെയും സഹപ്രവർത്തകരെയും എല്ലാവർക്കും എൻ്റെ നന്ദി അറിയിക്കുകയാണ്. എസ്പെഷ്യലി ഇപ്പോൾ ഇവിടെ ഫെലിസിറ്റേഷൻ പറയുന്ന നടത്തിയ സന്തോഷ് ചക്കോ സാറിന് ഞാൻ നന്ദി പറയുകയാണ്. അതുപോലെ തന്നെ ഇവിടെ എല്ലാ ശാലിനിയുടെ ഭാഗത്തു നിന്നുള്ള എല്ലാ ബന്ധുക്കൾക്കും, എൻ്റെ അജേഷിന്റെ ഭാഗത്തു നിന്ന് വന്നിരിക്കുന്ന എല്ലാ ബന്ധുമിത്രാദികൾക്കും ഞാൻ നന്ദി പറയുകയാണ്. ആശംസകൾ അർപ്പിച്ചവർക്കും, പ്രാർത്ഥന നടത്തിയവർക്കും, സാംസ് വായിച്ച സലിം പാസ്റ്ററും, എല്ലാ പാസ്റ്റർമാർക്കും, ലൈറ്റ് ആൻഡ് സൗണ്ട് കോഴിക്കോട് ഷൈഫ് പാസ്റ്ററുടെ നേതൃത്വത്തിൽ അവർക്കെല്ലാം ഞാൻ പ്രത്യേകമായി നന്ദി പറയുകയാണ്. സ്പെഷ്യൽ സോങ് പാടി ഈ സഭയെ ഇളക്കി മറിച്ച വിജയ് ട്രാവൽ അദ്ദേഹത്തിന് ഞാൻ നന്ദി പറയുന്നു. ഞാനിപ്പോൾ താമസിക്കുന്ന തൃശ്ശൂർ വെട്ടുകാടിലുള്ള ആ പരിസരത്ത് നിന്നുള്ള എൻ്റെ സഹോദരങ്ങൾ, എൻ്റെ അയൽവാസികളായ എല്ലാവർക്കും ഞാൻ പ്രത്യേകം നന്ദി പറയുകയാണ്. ഈ ഓഡിറ്റോറിയം തന്ന ആളുകൾക്ക് നന്ദി പറയുകയാണ്. എല്ലാ ഈ ശരീരങ്ങളെ കൊണ്ടുകൊണ്ടുവന്ന വാഹനത്തിൻ്റെ എല്ലാ ഡ്രൈവേഴ്സിനും ഇതിനായിട്ട് ബന്ധപ്പെട്ട എല്ലാവർക്കും ഞാൻ നന്ദി പറയും. ലോങ് ഡേയ്സ് അഗോ എൻ്റെ വീട്ടിൽ വന്ന് താമസിക്കുകയും എൻ്റെ എല്ലാ കാര്യങ്ങളിലും സഹായിക്കുകയും ചെയ്ത എല്ലാ പ്രിയപ്പെട്ടവർക്കും ഞാൻ നന്ദി പറയുകയാണ്. എസ്പെഷ്യലി ഡൽഹിയിൽ നിന്ന് പ്രിയ മാഡത്തിന് ഞാൻ നന്ദി പറയുകയാണ്. അതുപോലെ തന്നെ കുവൈറ്റിൽ നിന്ന് അജേഷ് വിവാഹം സംബന്ധിക്കാനും ബെനഡിക്ഷൻ നടത്താനും എല്ലാ കാര്യങ്ങളും ആസ്വദിക്കുന്നതോടെ യേശുദാസ് പാസ്റ്റർ കുടുംബമുള്ളവർക്കെല്ലാം ഞാൻ പ്രത്യേകം നന്ദി പറയുകയാണ്. എന്നെ ക്ഷണം സ്വീകരിച്ച് എത്തിയവർ എല്ലാവർക്കും, ഈ സ്റ്റേജ് അറേഞ്ച്മെന്റ്സ് നടത്തിയ എൻ്റെ പ്രിയ സഭയിലെ എൻ്റെ സഹോദരൻ ഡാനിൽ ഉൾപ്പെടെ എല്ലാവർക്കും, കാറ്ററിംഗ് നടത്തിയ ആൻഡ്രൂ ബ്രദർ ഉൾപ്പെടെ, അതുപോലെ വീഡിയോ ചെയ്ത വർഗീസ് ബ്രദർ ഉൾപ്പെടെ എല്ലാം ഒരുക്കി തന്ന ഇവരെ എല്ലാം ഇവിടെ ചേർത്ത് വരുത്തിയ നിങ്ങളെല്ലാവരെയും അനുഗ്രഹിച്ച ദൈവത്തോട് ഞാൻ നന്ദി പറയുകയാണ്. ദൈവം നിങ്ങളെ സഹായിക്കട്ടെ, അനുഗ്രഹിക്കട്ടെ. മാനിക്കട്ടെ. ഏതെങ്കിലും ഒരാളെ, പ്രധാനപ്പെട്ട ഒരാളെ ഞാൻ വിട്ടുപോയിട്ട് ക്ഷമിക്കണം. ഈ ബഹളത്തിന്റെ ഉത്തരപ്പാടുകളിൽ സംഭവിച്ചതാണ്. അവർക്കും ഞാൻ നന്ദി പറഞ്ഞുകൊണ്ട്
ഞാൻ இந்த திருமண ஆராதனை இங்கே நிறைவு பெறுகிறது. ശുശ്രൂഷകളിലൂടെ പര്യവസാനിക്കുകയാണ്. ഓർമ്മകൾ ചെയ്യുന്നു. ഈ മീറ്റിംഗ് ആങ്കർ ചെയ്ത എൻ്റെ എബിനസ് ഫാസ്റ്റർ നന്ദി. ഇപ്പോൾ കഥാകദാസൻ ഫാസ്റ്റർ യേശുദാസ് അദ്ദേഹം ചർച്ച് ഓഫ് ഇറ്റേണിറ്റിയുടെ കുവൈറ്റിലെ ചർച്ച് ഓഫ് ഇറ്റേണിറ്റിയുടെ ശുശ്രൂഷകൾ ചെയ്തു വരുന്ന വളരെ അംഗീകരിക്കപ്പെട്ട ദേവദാസൻ അദ്ദേഹം ഇവിടെ കടന്നു വന്നിട്ടുണ്ട്. തുടർന്ന് അദ്ദേഹം കടന്നു വന്ന ഈ ശുശ്രൂഷകൾ പ്രാർത്ഥിച്ച് ആശീർവാദം പറയും. അപ്പോൾ തന്നെ ഇതിന് ശേഷമുള്ള വിരുന്നിന് വേണ്ടിയും അദ്ദേഹം പ്രാർത്ഥിക്കുന്നതായിരിക്കും. എല്ലാവരും ഹൃദയം തുറന്ന് കർത്താവിന് നന്ദി പറയാം. വളരെ മനോഹരമായ അനുഗ്രഹിക്കപ്പെട്ട ഒരു ശുശ്രൂഷയാണ് കർത്താവ് നമുക്ക് തന്നത്. എല്ലാവരും കർത്താവിന് സ്തോത്രം ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ കർത്താവിന്റെ യേശുദാസ് മുമ്പോട്ട് കടന്നു വന്ന് പ്രാർത്ഥനയിലും ആശീർവാദം. കർത്താവിന്റെ വലിയ കൃപയ്ക്കായിട്ട് നമുക്ക് നന്ദി പറയാം. ഇന്ന് സ്വർഗ്ഗത്തിലെ ദൈവം തന്റെ കൃപയാൽ സ്ഥാപിച്ച പുതിയ കുടുംബത്തെ ഓർത്ത് നമുക്ക് ദൈവത്തിന് മഹത്വം കരയറ്റാം. കുടുംബജീവിതത്തിന്റെ എല്ലാ നന്മകളും സന്തോഷങ്ങളും നിങ്ങൾക്ക് ഉണ്ടാകട്ടെ എന്ന് ആശംസിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. പ്രിയ അജേഷ് മാസിനെയും ശാന്തിയും സ്വർഗ്ഗത്തിലെ ദൈവം ധാരാളമായിട്ട് അനുഗ്രഹിക്കുമാറാട്ടെ. നമുക്ക് ഒരു നിമിഷം എഴുതി നിൽക്കാം. ഇത്രത്തോളം സ്വർഗ്ഗത്തിലെ ദൈവം നമ്മളെ നടത്തിയല്ലോ. ആമേൻ. വിവിധ സ്ഥലങ്ങളിൽ നിന്ന് നമ്മുടെ സമയത്ത് കൊണ്ട് എത്തിച്ചേരുവാൻ, ആമേൻ, ഈ ശുശ്രൂഷകൾ ഏറ്റവും മനോഹരമാക്കുവാൻ, ആമേൻ, കർത്താവിന്റെ കൃപയാണ്. ദൈവത്തിന്റെ പദ്ധതിയിൽ ഇവർ അനേക നാളുകൾക്ക് മുമ്പുള്ളതാണ്. എന്നാൽ ഇന്ന് സ്വർഗം വെളിപ്പെടുത്തി നമ്മുടെ മുമ്പിലേക്ക് കൊണ്ടുവരികയായിരുന്നു. ദൈവത്തിന്റെ പദ്ധതിയാണ് നമ്മൾ ഓരോരുത്തരുടെ കൂടി ആയിരിക്കുന്നത്. ആമേൻ. കർത്താവിന്റെ നടത്തിപ്പുകളെയും സ്നേഹത്തെയും കരുതലുകളെയും, ആമേൻ, ഇവിടെ നമുക്കായിട്ട് പ്രിയപ്പെട്ടവർക്കായിട്ട് ഒരുക്കപ്പെട്ടിരിക്കുന്ന എല്ലാ കൃപകളെയും നന്മകളെയും ഓർത്ത്, പ്രത്യേകിച്ച് കുടുംബത്തെ ഓർത്ത് നമുക്ക് പ്രാർത്ഥിക്കാം. എല്ലാവർക്കും എഴുതി നിൽക്കാം. ആമേൻ. കണ്ണുകളെ അടയ്ക്കാം. ദൈവസന്നിധി പ്രാർത്ഥിക്കാം. ഈ ശുശ്രൂഷകളുടെ മേൽ ദൈവം നല്ല കൃപ ചൊരിഞ്ഞത് ഓർത്ത്, പരിശുദ്ധാത്മാവിന്റെ നിറസാന്നിധ്യം കൂടെ ഇരുന്നത് ഓർത്ത്, ആമേൻ, പുതിയ കുടുംബത്തെ ഓർത്ത് എല്ലാവരും കരങ്ങൾ ഉയർത്തിപ്പിടിച്ച് ഒന്ന് ദൈവത്തിന് നന്ദി പറഞ്ഞ് സ്വർഗത്തിലെ ദൈവം ഈ പുതിയ കുടുംബത്തെ അനുഗ്രഹിക്കുമാറാകട്ടെ. സ്വർഗത്തിലെ ദൈവം ഇവരുടെ കൂടെ ഇരിക്കുമാറാകട്ടെ. പ്രാർത്ഥിക്കണം കർത്താവേ, അങ്ങ് നടത്തിയ, അങ്ങ് കരുതിയ വിധങ്ങളെ ഓർത്ത് നന്ദി കർത്താവേ. ഇത്രത്തോളം സ്വർഗത്തിന്റെ കൃപ വ്യാപരിച്ചല്ലോ. ഈ ശുശ്രൂഷകളെ കർത്താവ് അനുഗ്രഹിച്ചല്ലോ. ശുശ്രൂഷ ചെയ്യുവാൻ ദൈവദാസന്മാരെ കർത്താവ്, ദൈവവചനം ശ്രവിച്ചവർ, പ്രാർത്ഥിച്ചവർ, കർത്താവിന്റെ കൃപയാൽ ഓരോ ഹൃദയങ്ങളും അങ്ങയുടെ സ്നേഹത്താൽ നിറയപ്പെടട്ടെ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു കർത്താവേ. വിശേഷാൽ ഒരു പ്രാവശ്യം കൂടി ഞങ്ങൾ, ആമേൻ, പ്രിയ അജേഷിനെയും, ആമേൻ, ശാലിനെയും അങ്ങയുടെ കരങ്ങളിൽ ഏൽപ്പിച്ച് അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. കൃപയിൽ അവിടുന്ന് പൊതിയണമേ, സൂക്ഷിക്കണമേ. നന്മകളെ ഓർത്ത് ഞങ്ങൾ നന്ദി പറഞ്ഞ് പ്രാർത്ഥിക്കുകയാണ്. ഒരിക്കൽ കൂടി തിരികരങ്ങളിൽ ഏൽപ്പിച്ച് ആമേൻ, ഈ സമൂഹത്തെ അനുഗ്രഹിക്കുന്നു. അങ്ങയുടെ നാമം മഹത്വം എടുക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവകരങ്ങളിലേക്ക് ഏൽപ്പിക്കുന്നു. യേശുവിൻ നാമത്തിൽ തന്നെ നമ്മുടെ തലകളെ വണക്കം. ആശീർവാദത്തിനായിട്ട് അങ്ങേ പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പുത്രനായ യേശുവിന്റെ കൃപയും ആശ്വസിപ്പിച്ച് നമ്മെ നടത്തുന്ന പരിശുദ്ധാത്മാവിന്റെ കൂട്ടായ്മയും സഹവാസവും എന്നും എപ്പോഴും നാം ഏവരും കൂടെ ഇന്നും എന്നേക്കും ഉണ്ടാകുമാറാകട്ടെ. നമ്മെ അനുഗ്രഹിച്ച കർത്താവിന്റെ നാമത്തിൽ മഹത്വം കരയറ്റാം. നമ്മുടെ കൂടെ ഇരിക്കുന്ന കർത്താവിന്റെ നാമത്തിൽ മഹത്വം കരയറ്റാം. എന്നും നമ്മെ വഴി നടത്തുന്ന കർത്താവിന്റെ നാമത്തെ ഉയർത്താം. വിശുദ്ധീകരിച്ച് അനുഗ്രഹിക്കുമാറാകണമേ. അങ്ങയുടെ നാമത്തിന്റെ മഹത്വത്തിന് ഞങ്ങൾക്ക് അനുഗ്രഹത്തിനും ബലത്തിനും കാരണമായി തീരുമാറാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. യേശുവിൻ നാമത്തിൽ തന്നെ.